ഇപ്പം സമയം വൈകിട്ട് 6:30. ചെറിയൊരു മഴയുണ്ട് കേട്ടോ. ആ മഴയിൽ എനിക്ക് എന്താണെന്നറിയില്ല ഒരു ചായ കുടിക്കണം എന്ന് തോന്നി. അപ്പോൾ കട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ വെച്ചു. കട്ടൻ ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി. പിന്നെ അതിന് കഴിക്കാൻ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒന്നും കിട്ടിച്ച് ഒന്നുമില്ല. പിന്നെ കിട്ടി ഒരു കാര്യം, 2 ബ്രെഡ് കിട്ടി. അപ്പോൾ 2 ബ്രെഡ് എന്ന് വെച്ചാൽ ഒന്ന് അടിയിൽ ഏറ്റവും എന്താ പറയുക, ബ്രെഡ് പാക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു ബ്രെഡും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ബ്രെഡും കിട്ടി. പിന്നെ നമ്മുടെ സ്വന്തം കോഴിയുടെ 2 മുട്ടയുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ, നമുക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല, മുട്ട പൊട്ടിച്ചു 2 കഷ്ണങ്ങളാക്കി മാറ്റി. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, മുട്ട പൊട്ടിച്ചു. പിന്നെ തലങ്ങും വിലങ്ങും അങ്ങനെ ഇങ്ങനെയാക്കി അത് എന്താ പറയുക, ഒരു വട്ടത്തിൽ ആക്കി, ഏകദേശം ഒരു വട്ടത്തിലാക്കി. മുട്ട പൊട്ടിക്കാൻ അറിയില്ലേ, ഓംപ്ലേറ്റ് ആക്കാൻ അറിയില്ലേ ഒന്നൊന്നും കമൻറ്റ് ചെയ്യേണ്ട. ഇതൊരു രസം. മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സമയത്ത് നമ്മൾ തട്ടിക്കൂട്ടുന്ന ഒരു ഐറ്റം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ മുട്ട നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു ഏകദേശം ഒരു ആവറേജ്, ഒരു നല്ല രീതിക്കല്ലെങ്കിലും ഒരു റൗണ്ട് ഷേപ്പാക്കി. അപ്പോൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തില്ല, കുരുമുളക് പൊടി നോക്കിയിട്ട് പൊടിയില്ല കേട്ടോ. പിന്നെ പൊടിച്ചെടുക്കാനുള്ള മടി കൊണ്ട് പൊടിച്ചെടുത്തില്ല. പിന്നെ എന്താ, ഇതിലേക്ക് ഞാൻ ആ ബ്രെഡ് എടുത്ത് വെച്ചു. ബ്രെഡ് ഇങ്ങനെ കുട്ടികൾ പാക്ക് ഇങ്ങനെ മടക്കി വെച്ചതുകൊണ്ട് തന്നെ ബ്രെഡും മടങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഉറപ്പായിട്ടും ആ മടങ്ങിയ ബ്രെഡ് കാണും. അപ്പോൾ ഇതിൽ ഞാൻ മുട്ട പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഉറ്റിക്കുന്നുണ്ട്. ഞാനിതിൽ എൻ്റെ ഭാഷ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എണ്ണ ഉറ്റിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഈ ഉറ്റിക്കുക എന്നൊന്നും ആലോചിക്കണ്ട. എണ്ണ അതിലേക്ക് ചേർക്കില്ലേ, അതാണ്. അപ്പോൾ ഇതാണ് ആ ബ്രെഡ്, ഞാൻ പറഞ്ഞില്ലേ മടങ്ങി നിൽക്കുന്ന ബ്രെഡ്, ആ ബ്രെഡാണിത്. അപ്പോൾ ഇത് എങ്ങനെ വെച്ചിട്ടും നേരെയാവുന്നില്ല കേട്ടോ. കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മതി പോട്ടെ എന്ന് വിചാരിച്ചു. ആ സ്പൂണ് സ്പൂൺ തന്നെയാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. മുട്ട പൊട്ടിക്കാനാണെങ്കിലും ഇത് പ്രസ് ചെയ്യാനാണെങ്കിലും പിന്നെ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനാണെങ്കിൽ പോലും ഇതേ സ്പൂൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാറ്റുന്നൊന്നുമില്ല, മടിയല്ലേ, അതുകൊണ്ട് തന്നെ മാറ്റുന്നൊന്നുമില്ല. മടി ആയത് എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കായതുകൊണ്ടാണ്. മക്കളും ഏട്ടനും ഉണ്ടെങ്കിൽ ഇത്ര മടി ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, അവരും കൂടി ഉണ്ടല്ലോ എന്നുള്ള ഇതിലൊരു ഇത് ഒറ്റക്കായതുകൊണ്ടൊരു തട്ടിക്കൂട്ടലാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി, വേറെ ഒന്നും നമുക്ക് എന്താ പറയുക, തക്കാളി കക്കിരി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഇതുകൊണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചമ്മന്തി ഇല്ലെങ്കിൽ പോരാ, കുഴപ്പമില്ല. കറി ഉണ്ടാവില്ലേ, കറി ആയാലും മതി. മീൻകറി ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചമ്മന്തിയാണ് എടുത്തുള്ളത്. അപ്പോൾ ആ ചമ്മന്തി അതേ സ്പൂണ് വെച്ചിട്ട് അതിൽ ഫില്ല് ചെയ്തല്ല ബ്രെഡിലേക്ക് ഇട്ട് വെച്ചു. ഇനി ഇതിൻ്റെ മേളിൽ ഒരു ബ്രെഡും കൂടി വെക്കും. ആ ബ്രെഡും അതേപോലെ മടങ്ങിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഒട്ടും അനുസരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് എന്നെ നന്നാക്കാൻ നോക്കണ്ട, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ആ ബ്രെഡ്. പിന്നെ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് വെന്ത് കിട്ടിയപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ല കേട്ടോ. പിന്നെയും പെട്ടെന്നൊരു ബൾബ് കത്തി, പുതിയൊരു ഐഡിയ കൂടി അതിൻ്റെ കൂടെ വന്നതുകൊണ്ട് തന്നെ അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്ലേറ്റിലേക്ക് മാറ്റാനുള്ള ഒരു പരിശ്രമമാണിത് കേട്ടോ. വിചാരിച്ച പോലെ പെട്ടെന്ന് വിട്ട് കിട്ടിയില്ല. അതേപോലെ മേലെ കിടക്കുന്ന ബ്രെഡ് ഞാൻ എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുമുണ്ട്. എന്നാലും ഇപ്പോൾ പോകണ്ട, ഞാൻ പ്ലേറ്റിലേക്ക് ഒരുമിച്ച് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ കോഴിയുടെ 2 മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട കൂടെ ബാക്കിയില്ലേ, അതങ്ങനെ അവിടെ ഒറ്റയ്ക്ക് വെക്കണ്ടെന്ന് കരുതി ആ മുട്ട പൊട്ടിക്കാൻ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. സ്പൂണോ മറ്റൊന്നും എടുക്കാൻ മടിയായതുകൊണ്ട് അതേ പാനിൽ തന്നെ തട്ടയും മുട്ടിച്ചു, ആ മുട്ടയും ഒഴിച്ചു. പിന്നെ നേരത്തെ പോലെ പരത്തിയെടുത്തു. ഏതാ സ്പൂണ്, ആ ചമ്മന്തിയൊക്കെ എടുത്ത സ്പൂണില്ലേ, അതേ സ്പൂണ് മാറ്റിയില്ല കേട്ടോ, സെയിം സ്പൂൺ തന്നെയാണ്. മടിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ, മറ്റൊന്നും വിചാരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ അല്ല തൊട്ട് മുന്നേ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചില്ലേ ആ ബ്രെഡും മുട്ടയും വിത്ത് ചമ്മന്തി, അത് ഇതിലേക്ക് നേരെ തിരിച്ചങ്ങ് വെക്കുകയാണ്. അപ്പം അങ്ങനെ തിരിച്ച് വെച്ചു. സംഭവം സെറ്റ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു.
എല്ലാ ഭാഗങ്ങളും പ്രസ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു പുതിയ റെസിപ്പി സെറ്റായി. ഇനി ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കണം. അതുകൂടി ഞാൻ പറഞ്ഞു തരും കേട്ടോ, പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു. ഇതും വെന്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച് പേരുള്ളൂ. അവരുണ്ടാവും വിചാരിക്കുന്നു ഇവർക്ക് എന്താ വട്ടായോ ഈ ക്രാഫ്റ്റും ജ്വല്ലറി ഐറ്റംസും ഉണ്ടാക്കുന്ന ഇവർക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ടോ? ചുമ്മാ ഒരു രസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ വെറൈറ്റി എന്തെങ്കിലും സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഉള്ളിലെ ചമ്മന്തി പോരാ എന്ന് തോന്നിയതുകൊണ്ട് ഒരു ഇത്തിരി കൂടി ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് സ്പൈസി നല്ല എരിവുള്ള സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ചമ്മന്തി എടുത്ത്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഈ മുട്ടയൊക്കെ ആക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു കട്ടനാക്കി വെച്ചില്ലേ, ആ ഒരു കട്ടനും കൂടി സെറ്റ് ചെയ്തു. ഇതിന് മഴയിൽ പുറത്ത് ബാൽക്കണിയിൽ പോയിട്ട് ഇരുന്ന് കഴിക്കണം മക്കളെ. അയ്യോ, പറയാൻ പറ്റാത്ത സുഖമാണ്. പിന്നെ അറിയാലോ, മഴ പെയ്തിട്ട് പല സ്ഥലങ്ങളും വെള്ളം കയറി മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ടേക്ക് കെയർ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. ഇവിടെ ഒരു ചെറിയ മഴയാണ്. ആ ഒരു മഴയത്ത് ചായ കുടിക്കണമെന്ന് തോന്നി ചായ കുടിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കി, ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കരുതി സ്പൂൺ കൊണ്ട് കഴിക്കാം. നമ്മൾ നേരത്തെ അതേ സ്പൂൺ തന്നെ മാറ്റിയിട്ടില്ല കേട്ടോ. സ്പൂൺ കൊണ്ട് കഴിച്ചപ്പോൾ അയ്യോ, അത് നമുക്കൊരു സുഖം കിട്ടുന്നില്ല. പിന്നെ നമ്മളെ സ്വന്തം കൈ എടുത്തു, ആ മുട്ടയിലേക്ക് ഇങ്ങനെ മുട്ട കഷ്ണം എടുത്തു, ആ ചമ്മന്തിയിലേക്ക് കുത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ ഒപ്പിക്കാം വിത്ത് കട്ടൻ. ബൈ.